ഇപ്പോൾ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ നീക്കം തിരിച്ചടിയായോ? എന്തുകൊണ്ടാണ് ഇത്ര അനുകൂലമായ ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോഴും മന്ത്രി അബ്ദുറഹ്മാൻ അത്ര ആത്മവിശ്വാസം പോരാ, ഇല്ല എന്ന നിലയിലുള്ള പ്രതികരണം നടത്തേണ്ടി വരുന്നത്? രേണുക, ഇതില് 27/11/2024 സംസ്ഥാന സർക്കാർ മുനമ്പം നിവാസികൾ നടത്തി വരുന്ന ദുരിതപൂർണമായിട്ടുള്ള അവരുടെ ജീവിതത്തെ തുടർന്ന് അവർക്ക് റവന്യൂ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും വഖഫ് ഭൂമിയിലാണ് അവർ 2019 വഖഫ് ബോർഡിന്റെ നോട്ടിഫിക്കേഷനെ തുടർന്ന് ഇത് വഖഫ് ഭൂമിയായി മാറപ്പെട്ടത് മൂലമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഗഹനമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവിറക്കുന്നത്. ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു റിട്ട് ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് മുമ്പാകെ വരികയും ആ റിട്ട് ഹർജി സിംഗിൾ ബെഞ്ച് അനുവദിക്കുകയും അതിനെ തുടർന്ന് സർക്കാർ ഇറക്കിയ നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്യുകയുണ്ടായി. ആ എൻക്വയറി കമ്മീഷനെ നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്തതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ആണ് റിട്ട് അപ്പീലുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പോകുന്നത്. ആ റിട്ട് അപ്പീലിന്മേൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്തിട്ടുള്ള ഉത്തരവുകളാണ് ഇപ്പോൾ ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് ആസ്പദമായിട്ടുള്ള വിഷയം. ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് മുനമ്പം നിവാസികൾ അവരുടെ 135.11 ഏക്കർ, ഇപ്പോൾ നിലവിൽ 404.76 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നതിൽ നിന്ന് 135.11 ഏക്കർ ഭൂമിയിൽ അതിൽ ആരൊക്കെ താമസിക്കുന്നു, അവരെ എങ്ങനെയൊക്കെ അവരുടെ സാഹചര്യങ്ങൾ, ആ വസ്തുവിന്റെ കിടപ്പും സ്വഭാവം അടക്കം കണ്ടെത്തി സർക്കാരിലേക്ക് ഒരു ഫാക്ട് ഫൈൻഡിങ് എന്നുള്ള അർത്ഥത്തിലുള്ളതാണ് എന്ത് നിർദ്ദേശമാണ് ഇതിൽ സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ അത് സംബന്ധിച്ച് ഉള്ള ഒരു ഹർജിയിന്മേലാണ് ഇപ്പോൾ ഈ വിധി വന്നിട്ടുള്ളത്. ഈ വിധിയെ സംബന്ധിച്ച് ഇപ്പൊ ഏറ്റവും പരമപ്രധാനമായിട്ട് ഈ കേസിൽ ഏറ്റവും 1950 മുഹമ്മദ് സിദ്ദീഖ് സേട്ട് ഗിഫ്റ്റ് ചെയ്തതാണോ, അതല്ല വഖഫ് ചെയ്തതാണോ, അതൊരു എൻഡോമെന്റ് ഡീഡാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് എന്റെ നിയമപരിജ്ഞാനത്തിൽ ഇപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് തീരുമാനിക്കാനാവുമെന്ന് തോന്നുന്നില്ല. കാരണം വഖഫ് ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ അത് പരിശോധിക്കാനാവൂ. അതിന്റെ പരമാധികാരി എന്ന് പറയുന്നത് വഖഫ് ട്രിബ്യൂണലാണ്. ആ ട്രിബ്യൂണലിൽ മാത്രമേ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാനാവൂ. ശ്രീ ബി എ ഹസ്കർ, ഞാനത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. എങ്ങനെയാണ് സിംഗിൾ ബെഞ്ച് ഇത് സ്റ്റേ ചെയ്യുന്നത്, കമ്മീഷൻ പ്രവർത്തനങ്ങൾ സ്റ്റേ ചെയ്യുന്നത്? ഇത് വഖഫ് ഭൂമിയാണ് എന്നൊരു തീർപ്പിലെത്തിക്കൊണ്ട് അതുകൊണ്ട് ഇവിടെ കമ്മീഷന്റെ പരിശോധന സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ സിംഗിൾ ബെഞ്ചിന് എങ്ങനെയാണ് ഈ ട്രിബ്യൂണൽ പരിഗണിക്കുന്ന ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു തീർപ്പ് കൽപ്പിച്ചതുകൊണ്ട് കമ്മീഷന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ കഴിയുക? മാത്രമല്ല, നോക്കൂ, ഈ ഉത്തരവിൽ ഈ ഭൂമി കൈക്കലാക്കിയതുമായി ബന്ധപ്പെട്ട് വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. 7 ഡിക്കേഡിന് ശേഷമാണ് ഇത്തരമൊരു അവകാശവാദം ഉണ്ടാകുന്നത് എന്നത് സംശയകരമാണ് എന്നത് കോടതി പറയുന്നുണ്ട്. നോക്കൂ, സർക്കാരിൻ്റെ ഇടപെടൽ പോലും അവിടെ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ 69 വർഷത്തിന് ശേഷം വരുന്നു, അത് സർക്കാർ അംഗീകരിക്കുന്നു എന്നത് സർക്കാരിൻ്റെ ഇടപെടലിലും സംശയദൃഷ്ടിയോടു കൂടിയാണ് കോടതി കാണുന്നത് എന്നത് നമ്മൾ കാണണം. ഇത് നിയമപരമായല്ല കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ സർക്കാരിന്റെ തിടുക്കവും ഇടപെടലും സംശയത്തിൽ നിർത്തുന്നു കോടതി. അങ്ങനല്ലേ, 25/9/2019 കേരള വഖഫ് ബോർഡ് ഈ ഭൂമി മുനമ്പം നിവാസികൾ കിടക്കുന്ന 135.11 ഏക്കർ ഭൂമി വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കുന്നു, നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സെക്ഷൻ 3 and 4 ഓഫ് വഖഫ് ആക്ട് അനുസരിച്ച് സർവേ നടത്തണം, അതിന് നോട്ടിഫിക്കേഷൻ ഉണ്ടാവണം. ഈ തൽപര കക്ഷികൾ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ച് കേൾക്കണമെന്നുള്ള നിയമത്തിന്റെ സാധ്യതകൾ ആരായതെയാണ് കേരള വഖഫ് ബോർഡ് ഇത്തരം ഒരു നോട്ടിഫിക്കേഷൻ നടത്തിയത് എന്ന നിയമവിരുദ്ധ പ്രവൃത്തി എന്ന അർത്ഥത്തിലാണ്. എന്നിട്ട് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയൊന്നും ഇക്കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. കേരള വഖഫ് ബോർഡ് നടത്തിയിട്ടുള്ള നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചാണ്. അത് 6/11/2018 ജസ്റ്റിസ് റിട്ടയർഡ് ജില്ലാ ജഡ്ജിയായിരുന്ന MA നിസാർ നടത്തിയിട്ടുള്ള വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ തുടർന്നാണ് ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന കോടതി സർക്കാരിനെതിരെ പരാമർശം നടത്തിയിട്ടില്ല എന്ന് താങ്കൾ പറയരുത്. ഇവിടെ ഒരു ഭാഗത്ത് കോടതി പറയുന്നുണ്ട്, the order issued in September and October 2019 are bad in law in the ground of being unreasonably delayed and having been issued in palpable violation of the provisions of the Waqf Act 1954, 1984 and 1995. അത്
കോടതി ചൂണ്ടിക്കാണിച്ചിട്ട് ആ പാരഗ്രാഫിന്റെ അവസാന ഭാഗം താങ്കൾ ശ്രദ്ധിച്ചാൽ, the purpose of returning all the above findings is just to hold that the state government is not bound by such highly belatedly issued declaration by the KWB after 7 decades എന്ന് പറയുന്നുണ്ട്. ആ 7 വർഷത്തിന് ശേഷമുള്ള ആ അവകാശവാദത്തിൽ സർക്കാർ സ്വീകരിച്ച സമീപനത്തെയും സംശയദൃഷ്ടിയോട് കൂടി തന്നെയാണ് കോടതി കാണുന്നത്. അങ്ങനെയല്ല രേണുക, അതിനെ അങ്ങനെയല്ല വായിക്കേണ്ടത്. കേരള വഖഫ് ബോർഡാണ് ഇത് സംബന്ധിച്ച് 25/9/2019 ഒരു നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിക്കുന്നത്. ഇത് ഈ ഭൂമി മുനമ്പം നിവാസികൾ താമസിക്കുന്ന അല്ലെങ്കിൽ മുനമ്പത്തെ ഭൂമി അല്ലെങ്കിൽ സിദ്ദിഖ് സേട്ട് ദാനം നൽകിയ അല്ലെങ്കിൽ ഗിഫ്റ്റ് നൽകിയ ഭൂമി അല്ലെങ്കിൽ എൻഡോമെന്റ് ചെയ്ത ഭൂമി എന്ന് പറയുന്നത് വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്നത്. അതിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു സമിതിയാണ്. വഖഫ് ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. അതിനു മുമ്പ് വഖഫ് ബോർഡ് ചെയ്യേണ്ടിയിരുന്നത് സർവേ നടത്തണമായിരുന്നു, സർവേയുടെ നോട്ടിഫിക്കേഷൻ നടത്തണമായിരുന്നു. അതിനുശേഷം അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണമായിരുന്നു. മാത്രമല്ല, ഇത് വഖഫ് ബോർഡിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഗസറ്റിൽ മാത്രം പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. അതിന് മുമ്പ് സർവേ നടത്തിയില്ല. കൈവശക്കാരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും എതിർ കൈവശക്കാരുണ്ടെങ്കിൽ അവരെ കേൾക്കുക എന്ന ജോലി കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയില്ല. സംസ്ഥാന സർക്കാർ എന്താ ചെയ്തത്? സെക്ഷൻ 97 വഖഫ് ആക്ടിന്റെ സെക്ഷൻ 97 പ്രകാരം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഹൈക്കോടതി ആ കാര്യത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഡീം ഫിറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് യുക്തമെന്ന് തോന്നുന്ന തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വഖഫ് ആക്ടിന്റെ സെക്ഷൻ 97 തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും അത് ശരിവെക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇതിലിപ്പോ ഏറ്റവും തർക്ക വിഷയവും അല്ലെങ്കിൽ വിവാദ വിഷയവും പോകുന്ന 2 കാര്യങ്ങളാണ്. ഈ വിധിയെ സംബന്ധിച്ച് 2 കാര്യങ്ങളാണ് വിവാദം. ഒന്ന്, ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളതാണ്. കാരണം ഒരു റിട്ട് ജൂറിസ്ഡിക്ഷന്റെ പരിധിയിൽ, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 പരിധിയിൽ പരിശോധിക്കപ്പെടേണ്ട വിഷയമായിരുന്നില്ല ഒരു സ്വത്ത് വഖഫ് ചെയ്തതാണോ അതല്ല അതൊരു ഗിഫ്റ്റ് ഡീഡാണോ. ഇറ്റ് ഇസ് പ്യുവർലി സിവിൽ ഇൻ നേച്ചർ ആണ്. 2 പാർട്ടികളെ അഫക്ട് ചെയ്യുന്ന സിവിൽ ഇൻ നേച്ചർ ആയിട്ടുള്ള ഒരു മാറ്ററിൽ റിട്ട് ജൂറിസ്ഡിക്ഷനിൽ എളുപ്പത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് നിയമപരമായി സാധുതയില്ലാത്തതും നിയമപരമായി നിലനിൽക്കാത്തതുമായിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് ആണ് ഇപ്പോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നടത്തിയിട്ടുള്ളത്. അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാൻ മനസ്സിലാക്കുന്ന നിയമത്തിന്റെ കൂടി പരിധിയിൽ നിന്നുള്ള അഭിപ്രായമാണ്. പക്ഷെ എന്തായാലും കേരള സംസ്ഥാന സർക്കാരിന് ഇത് വളരെ കൃത്യമായി ഇന്നലെ വരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയായിരുന്നു മുനമ്പം നിവാസികൾക്ക് മുന്നിൽ സംസ്ഥാന സർക്കാരിന്. കാരണം ചില സംഘപരിവാർ സംഘടനകളും കാസ പോലുള്ള ചില തീവ്രവാദി സംഘടനകളും ഒക്കെ മുനമ്പം നിവാസികൾ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ളതാണ്. അവിടെ ഡിവിഷൻ ബെഞ്ച് പുറത്തിറക്കുന്ന ഉത്തരവാണ്. അതിൽ പരാമർശമായിട്ടല്ല, ഉത്തരവിൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരു ഡിക്ലറേഷനായി തന്നെ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുമ്പോൾ കോടതിയെ സംശയത്തിൽ നിർത്തുന്നു. കോടതിക്ക് ഇതിനുള്ള അധികാര പരിധി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് പറയുമ്പോൾ എന്താണ് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ എന്നുള്ളത് സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. അല്ല രേണുക, ഇതില് സംസ്ഥാന സർക്കാരിന് വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് ഉണ്ട് ഇക്കാര്യത്തിൽ. ഒന്ന്, ആ സ്റ്റാൻഡ് എന്ന് പറയുന്നത് മുനമ്പം നിവാസികൾ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി അവർ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന അവരുടെ സ്വത്ത് എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഉണ്ടാവണം എന്ന് ഒരു സുനിശ്ചിതമായ നിലപാടാണ് ഇടതുപക്ഷവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ എടുത്തത്. ആ നിലപാടിൽ ഒരു മാറ്റമില്ല. പക്ഷെ ആ നിലപാട് എടുക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും ഇപ്പോ വന്നിട്ടുള്ള അത് എന്തു ചെയ്യാൻ കഴിയും, ആരുടെയൊക്കെ കൈവശമാണ് ഈ ഭൂമി ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഫാക്ട് ഫൈൻഡിങ് ബോഡി എന്ന നിലയിൽ റിട്ടയർഡ് ജസ്റ്റിസ് CNRനെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഏൽപ്പിക്കുന്നു. അപ്പൊ അദ്ദേഹം ഒരു ഏകാംഗ കമ്മീഷൻ ഇത് പരിശോധിക്കുമ്പോൾ എൻക്വയറി കമ്മീഷൻസ് ആക്ടിന്റെ പരിധിയിൽ അതിൽ അന്വേഷണം നടത്തി സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, നമുക്കൊരു ടൈം ബൗണ്ട് ബ്രേക്ക് പോവേണ്ടത് കൊണ്ടാണ്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം താങ്കളിലേക്ക് തന്നെ വരാം.